നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂർ. കഴിഞ്ഞ ദിവസം ശശികല നടത്തിയ ഒരു പ്രസ്താവനയായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിനുശേഷം എന്റെ FBയിൽ ഒരുപാട് നല്ല മെസ്സേജുകൾ വന്നു. അതോടൊപ്പം മോശമായ രീതിയിലുള്ള മെസ്സേജുകളും കോളുകളും എല്ലാം വരാനിടയായി. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ വന്നത്. നിങ്ങളെ വെറുപ്പിക്കുന്നതിൽ ക്ഷമിക്കുക. തൃശൂർ ജില്ലയിൽ ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ പരാമർശിക്കുന്ന ഒരു വീഡിയോ ഇറക്കിയിരുന്നു, മുഖമൊന്നുമില്ലാത്ത രീതിയിൽ. അതിൽ ഞാൻ പറയുന്നതിൽ പ്രധാനമായിട്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ്. See, everyone has the right to believe in any political party in India, any religion in India. It's our fundamental right. നമ്മുടെ മൗലികമായ അവകാശമാണ് നമുക്ക് ഏതൊരു മതത്തിലും വിശ്വസിക്കാം, ഏതൊരു പാർട്ടിയിലും വിശ്വസിക്കാം. പക്ഷെ ഞാൻ ഇറക്കിയ വീഡിയോയിൽ ഒരിക്കലും മതത്തെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടില്ല. രണ്ട് എന്ന് പറയുന്നത് ഞാൻ ഹിന്ദുവായിട്ട് മഹാഭാരതം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു മഹാഭാരതം വായിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ആവുമോ? വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ആവുമോ? നമ്മുടെ വിശ്വാസമൊക്കെ മനസ്സിലാണ്. എന്റെ വിശ്വാസം എന്റെ മനസ്സിലാണ്. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മറ്റൊന്നും നീ പറഞ്ഞിട്ടുള്ളത് ഞാൻ ശശികലയെ അവഹേളിച്ചു എന്നാ പറഞ്ഞു. അവരെ ടീച്ചറൊന്നും വിളിച്ചില്ല. എനിക്ക് ആ ടീച്ചറൊന്നും വിളിക്കാൻ തോന്നിയില്ലടോ. കാരണം നമ്മളൊന്നും കണ്ടു വളർന്ന ടീച്ചേഴ്സ് ഇതുപോലെ ആയിരുന്നില്ല. വർഗീയത കുത്തുന്ന രീതിയിൽ അത് സംസാരിച്ചിട്ടില്ല. പിന്നെ ശശി എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അവരെ ഞാനല്ല ശശി എന്ന് വിളിച്ചത്. കേരള സമൂഹം ഒന്നടങ്കം അവരെ ശശി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകിൽ റീസൺ ഉണ്ടായിരിക്കും. വെറുതെ ആരും ശശി എന്നൊന്നും വിളിക്കില്ല. മറ്റൊന്ന് പറഞ്ഞത് ഞാൻ നട്ടലില്ല, എനിക്ക് വാഴപ്പിണ്ടിയാണെന്ന് പറഞ്ഞു. എടോ, നട്ടലുള്ളത് കൊണ്ടാണോ ഞാൻ ആണുങ്ങളെ പോലെ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്? അല്ലാതെ നിന്നെ പോലെ മുഖം മറച്ചിട്ടില്ല വന്ന് സംസാരിക്കാം. മറ്റൊന്ന് നീ പറയുന്നുണ്ടായിരുന്നു, ഈ ഖുറാനെന്നോ എന്താ പറയാ മഹാഭാരതം ഇറക്കുന്നത് പോലെ ഖുറാനെന്നോ ബൈബിളൊന്നും ഇറക്കാൻ ആരും ധൈര്യം കാണിക്കില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നീ ഒന്നും സപ്പോർട്ട് ചെയ്യില്ലാണ്. നമുക്ക് നമ്മുടേതായ ഒരു സങ്കല്പങ്ങളുണ്ട്. എന്താ പറയുക, യേശുവിനെ ഒരു പിച്ചക്കാരനായി രീതിയിൽ, പിച്ചക്കാരനായ രീതിയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ ഇവന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കേട്ട് വളർന്ന ഒരു സങ്കല്പങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് അതുപോലെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന രൂപമില്ല, അതിനെ ആരെങ്കിലും എന്താ പറയുക ഒരു 10 അടി ഹൈറ്റിൽ ഇതാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കാൻ ആരും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അവന് വിഭിന്നമായ രീതിയിൽ ചിന്തിക്കാതെ, എന്താ പറയുക, അവഹേളിക്കാത്ത രീതിയിൽ ഒരു വീഡിയോ ആരിറക്കുകയാണെങ്കിൽ സിനിമ ഇറക്കുകയാണെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പോലെ അല്ലെങ്കിൽ എല്ലാവരുടെ കൂടെ ഞാനുണ്ടായിരിക്കും.